പക്ഷികൾക്ക് ചിറക് ലഭിച്ചതിനെപ്പറ്റി രസാവഹകവും അതേസമയം ചിന്തോദീപകവുമായ ഒരു കൽപ്പിത കഥയുണ്ട്. അതിപ്രകാരമാണ്: പക്ഷികൾ ചിറകുകളില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം സൃഷ്ടാവ് ചിറകുകൾ നിർമ്മിച്ച് പക്ഷിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, മുൻപോട്ട് വന്ന് ഈ ഭാരങ്ങളെ എടുത്തു വഹിക്കുക. പക്ഷികൾക്ക് മനോഹരമായ തൂവലുകളും പീലുകളും ഉണ്ടായിരുന്നു. സൂര്യരശ്മിയിൽ അവ വെട്ടിത്തിളങ്ങുമായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച തന്നെ. അവയ്ക്ക് മധുരകൂജനമുണ്ട്. മനം കവരുന്ന ഗാനമുതിർക്കാം. പക്ഷേ വിശാലമായ വിഹായുസിൽ പറന്നുയരാൻ കഴിവില്ല. മണ്ണിൽ കൂടി തത്തി തത്തി നടക്കാം, അത്രമാത്രം. കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഭാരങ്ങൾ എടുക്കാൻ സൃഷ്ടാവ് ആവശ്യപ്പെട്ടപ്പോൾ അല്പം വൈമനസ്യത്തോടെയാണ് ആ പക്ഷി അതിനൊരുമ്പെട്ടത്. ചിറകുകൾ ചുണ്ടിൽ കൊത്തിയെടുത്ത് ചുമലിൽ വഹിക്കാൻ ഒരുമ്പെട്ടു. പക്ഷേ ഭാരം ദുർബഹമായി തോന്നിയെങ്കിലും പിന്മാറിയില്ല. ചിറകുകളാകുന്ന ഭാരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ മുതിർന്നു. ചിറകുകൾ രണ്ടും പക്ഷിയുടെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും ഒട്ടിച്ചേർന്നതായി അനുഭവപ്പെട്ടു. പിന്നീടുള്ള ശ്രമം ചിറകുകൾ വിടർത്തി ചലിപ്പിക്കുവാനായിരുന്നു. പറന്നുയരാനുള്ള രഹസ്യം വേഗത്തിൽ പക്ഷി മനസ്സിലാക്കി. ആകാശത്തിൻ്റെ വിരിമാറിലേക്ക് അത് പറന്നുയർന്നു. താഴേക്ക് നോക്കിയപ്പോൾ എത്ര രസാവഹമായ ദൃശ്യം! അതിന് ലഭിച്ച ഭാരങ്ങൾ വേഗത്തിൽ പറക്കാനുള്ള ചിറകുകളായി രൂപാന്തരപ്പെട്ടു. ഇതൊരു ദൃഷ്ടാന്ത കഥയായി എടുക്കാമെങ്കിൽ ജീവിതത്തോട് ബന്ധപ്പെട്ട ചില സത്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നമുക്ക് വേഗത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും, നിരന്തരമായ പരിശ്രമത്തിലൂടെ. കടപ്പാട്, ഫാദർ ടി ജെ ജോഷുവ. സുഭാഷിതങ്ങൾ.